ധൃതി വെക്കണ്ട, എല്ലാം മംഗളായിട്ട് അങ്ങ് തീർന്നു. ആളിപ്പോ നല്ല ഉഷാറില്ല. സാറിനോട് എന്തൊക്കെയോ സംസാരിക്കണ്ട. എനിക്കൊന്ന് കാണണം. വേണ്ട, സമയമാകുമ്പോ സാർ അങ്ങടെ അകത്തേക്ക് വിളിപ്പിക്കും. അതുവരെ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഇവിടെ കുത്തിയിരിക്കുക. വരിക നാവടക്കട വിടക്കേ. Sir? What happened? Nothing. But you look very tensed. എല്ലാം അങ്ങ് വിചാരിച്ച പോലെ നടന്നില്ലേ? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ലേ? സാർ ഇന്ന് ന്യൂയോർക്കിൽ പറഞ്ഞതും ഇന്നിവിടെ സംഭവിച്ചതും എല്ലാം സത്യമല്ലേ? അതെ. അപ്പൊ ഇത് നീ ഉദ്ദേശിച്ചാണല്ല. कौन भेजा तुम्हें? बोल। हैरानी से क्यों देख रहे हो? आई एम प्रफुल्ल कुमार, मेयर ऑफ बॉम्बे. മേയർ സാബ് ആപ്പ് ഇധർ? ഇത് ഞങ്ങളുടെ സ്ഥലമല്ലേ. ഇവിടെ വന്നൊരാൾ ഷൈൻ ചെയ്തപ്പോ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റുമോ? അതും ഒരു മലയാളി. तुम बॉम्बे में काई भी शाइन कर सकते हो. പക്ഷേ മഡ് ഐലൻഡിലെ ഈ കോളനി എന്റെ മാത്രം സാമ്രാജ്യ. ഇവിടെ ഒരാൾ വന്നിട്ട് അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. തൽക്കാലം ആ സൂട്ട് കേസിങ് തന്നേര്. ഈ പെട്ടിയും നിങ്ങളുമായിട്ടുള്ള ബന്ധം? എന്റെ ബ്രദറിന്റെ വീട്ടിൽ നിന്നല്ലേ നീ ഇത് എടുത്തോണ്ട് വന്നത്? ഞാൻ പ്രകാശ്, എന്റെ വീട്ടിൽ നിന്നാണ് നീ ഇതിൽ പെട്ടിയെടുത്തു. ഇദ്ദേഹം ഞങ്ങളുടെ നാഷണൽ പാർട്ടിയുടെ മഹാരാഷ്ട്ര സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. അറിയില്ലേ? യെസ്. അപ്പൊ ഈ ഫയൽസിലെ എം സാബ് നിങ്ങളാണല്ലേ? മേയർ സാബ്. യു സെഡ് ഇറ്റ്. ഇവൻ മിടുക്കനാ. നീ മിടുക്കനാ. നീ ഞങ്ങളുടെ മർമ്മത്ത് തന്നെ പിടിച്ചു. വാ. പക്ഷേ ഇവിടെ അന്യനാട്ടിൽ വന്നിട്ട് ഒരു മലയാളി തന്നെ ഒരു മലയാളിയെ തകർക്കണോ? നിർത്തടാ. കുറെ നേരമായി മലയാളി മലയാളി എന്ന് പറയുന്നു. പിറന്ന നാടിനെ പെറ്റമ്മയെ പോലെ കാണുന്നവനാ മലയാളി. ആ പേര് പറഞ്ഞ് ഞെളിയാൻ നിനക്കെന്താ അവകാശം? ഈ നാട്ടിൽ വന്ന് ഇവിടുത്തെ മേയർ വരെ ആയതിൽ നിന്നെ ബഹുമാനിച്ചിരുന്നവനാ ഞാൻ. ആ എന്റെ കയ്യിൽ തന്നെ വന്നിരിക്കുന്നു നിന്റെ അന്ത്യം. ബോംബെയുടെ നഗരപിതാവ്
ISIയുടെ കയ്യിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വാങ്ങിക്കൊണ്ട് പാകിസ്ഥാന് വേണ്ടി ഇന്ത്യയിൽ വർഗീയ കലാപം ആസൂത്രണം ചെയ്യുന്ന സ്വന്തം നാടിന്റെ ആരാചാരാ നീ. You are not just a criminal, bloody traitor. യെസ് യെസ്, അതിന്റെ തെളിവാ നിനക്ക് കിട്ടിയത്. ഇത് മാത്രമല്ലടോ, ഞെട്ടിക്കുന്ന തെളിവുകൾ വേറെയുമുണ്ട്. അതുകൊണ്ട് തന്നെയാ പറഞ്ഞത്, ആ തെളിവടങ്ങുന്ന ഈ പെട്ടി തരാതെ നീ ഇവിടുന്ന് ജീവനോടെ പോകില്ല. പെട്ടി തന്നാൽ പോവല്ലോ അല്ലേ? ആ ബഹുമാന്യ മേയർ, എനിക്ക് കിട്ടിയ തെളിവുകൾ അനുസരിച്ച് എംസാബ് എന്ന് പറയുന്ന താനാണ് ഇന്ത്യയെ ഞെട്ടിച്ച ബോംബെ സ്ഫോടനം പാകിസ്ഥാന് വേണ്ടി നടപ്പിലാക്കിയത്. ബാന്ദ്രയിലെ പാവപ്പെട്ട മുസ്ലിങ്ങളുടെ സിരകളിൽ വർഗീയ വിഷം കുത്തിവെച്ച് നൂറുകണക്കിന് ഹിന്ദുക്കളെ കൊന്നൊടുക്കിച്ചതിന്റെ സൂത്രധാരൻ താനാണ്. ഓ മൈ ഗോഡ്, എന്താ രമേശ് നീ പറയുന്നത്? ഞാനും നീയൊക്കെ ഹിന്ദു അല്ലേ? വി ആർ ഹിന്ദു ബ്രദേഴ്സ്. നമുക്കതിന് കഴിയൂ? നിന്നെ ഒന്നും മനുഷ്യനെന്ന് വിളിക്കാൻ പറ്റില്ല, പിന്നല്ലേ ഹിന്ദു. ഒരു മതേതര രാഷ്ട്രമായ ഇന്ത്യയിൽ മുസ്ലിം തീവ്രവാദികളെന്ന ഭീകരജീവികളെ പോറ്റി വളർത്തിയത് നിന്നെ പോലത്തെ പണക്കൊതിയന്മാരാ. പണം പറ്റിക്കൊണ്ട് ശത്രുരാജ്യത്തിന് വേണ്ടി മാതൃരാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന നിന്നെ പോലത്തെ തന്തയ്ക്ക് പറക്കാത്ത ഹിന്ദുക്കളെയാണ് ആദ്യം കൊന്നൊടുക്കേണ്ടത്. Wonderful speech. അഗർവാൾ സാബ്, Don't waste the time, Ramesh. Give him the briefcase. Uske badle mein, what do you want? സാബ്, Give it, Ramesh. Give it to me. താങ്ക് യു. इसमें नहीं है डॉक्यूमेंट. What? Where are the documents? Where are the documents? എവിടെയാണ് ഡോക്യുമെന്റ്സ്? അതെത്തേണ്ടടുത്ത് എത്തും. നീ എന്നെ ചതിച്ചു.